പറഞ്ഞത്. അങ്ങോട്ട് മോളെ വിടാൻ നീ. നീ എന്താടി ഗുണ്ടായിസം കാണിക്കുന്നു? ചവിട്ടി നിന്റെ നാട്ടല് ഞാൻ ഓടിക്കും. ഓടി. കാർത്തികേയ, താലിയിട്ട് വേഗം ആയിക്കോട്ടെ. നോക്ക്, പിന്നെ നടക്കില്ല. വേഗം വേഗം കെട്ടിക്കോ, ഞാനല്ലേ പറയുന്നേ. കെട്ട് കാർത്തികേയ. എന്ത് അക്രമോ നിങ്ങളെ കാണിക്കുന്നേ? എന്ത് അധികാരത്തിലാണ് എന്റെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നേ? വകുപ്പ് വേറെ ഉണ്ട് കാർത്തികേയ. അത് നിനക്ക് ഞാൻ വഴിയെ മനസ്സിലാക്കി തരാം. ആ, വകുപ്പൊക്കെ കുറെ എനിക്കും അറിയാം. ഇപ്പൊ ഇവിടെ കയറി വന്ന് ഈ കല്യാണം മുടക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയണ്ടേ. ഇതിനെ കല്യാണം എന്ന് പറയാൻ പറ്റുമോ കാർത്തികേയ? ഒരു പെണ്ണിന്റെ ഫോൺ പോലും വാങ്ങി വെച്ച് വീട്ടുതടങ്കലിലാക്കി ഫോഴ്സ് ചെയ്തല്ല താലി കെട്ടി ഭാര്യയാക്കേണ്ടത്. അതിനവളുടെ പൂർണ്ണ സമ്മതം വേണം. ഇതൊക്കെ വെറും ആരോപണങ്ങളല്ലേ? തടങ്കലി വെച്ചതിനും പീഡിപ്പിച്ചതിനും ഒക്കെ തെളിവുണ്ടോ? ഇവളുടെ സമ്മതത്തോടുകൂടി തന്നെയാണ് ഈ കല്യാണം നടത്തുന്നത്. സമ്മതമില്ലാതെ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കോ സാറേ? അത് ഈ പെൺകുട്ടി പറയട്ടെ. എന്താ മോളെ, നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ? പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോ. ഒരുത്തനും നിന്നെ ഒന്നും ചെയ്യില്ല. പറ, സമ്മതമാണോ? സമ്മതമല്ല. സാറേ, ഇവിടെ വരുന്നവരെ സമ്മതമായിരുന്നു സാറേ. ഇപ്പോൾ കള്ളം പറയുന്നയാ. സാർ ഒന്നുകൂടി ചോദിച്ചു നോക്ക്, അപ്പൊ അവള് സത്യം പറയും. താനാരാ? ഞാനവളുടെ അച്ഛൻ. മകളെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടു നിൽക്കുന്നോടോ റാസ്കൽ. അച്ഛനാണെന്ന് എപ്പോ പറഞ്ഞാലും അടിയാണല്ലോ. ഇനി ഞാനല്ല ഇവളുടെയൊക്കെ അച്ഛൻ. എടി രാധികേ. കാർത്തികേയ, വിവാഹം നടക്കില്ല എന്ന് ഉറപ്പായല്ലോ. രണ്ടാമത്തെ വകുപ്പ് എന്താണെന്ന് തനിക്കറിയണോ? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതും ബലമായി വിവാഹം കഴിക്കാൻ ശ്രമിച്ചതും ഒഫൻസാണ്. വകുപ്പ് പോക്സോ. ശിക്ഷ എന്താണെന്ന് അറിയാമല്ലോ.
ആ വകുപ്പൊന്നും കേക്കില്ല സാറേ. നമുക്ക് പ്രായപൂർത്തിയായതാ. അതൊക്കെ അന്വേഷിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ വേണ്ടേ ഈ കുപ്പായം തെച്ചിട്ടുണ്ട് ഇറങ്ങിയത്. ഒന്ന് പറഞ്ഞു കൊടുക്കണോ? എന്റെ പൊന്ന് കാർത്തിക, ഞാനിനി ഒന്നും പറയില്ല. അച്ഛനാണെന്ന് പറഞ്ഞതിനൊന്ന് കിട്ടിയതിന്റെ മൂളിച്ച ഇതുവരെ മാറിയിട്ടില്ല. ഇയാള് പറയില്ല, എനിക്കറിയാതെ. ശാരികയ്ക്ക് 18 വയസ്സ് തികയാൻ ഇനി 2 ദിവസം കൂടി കഴിയണം. വെറുതെ അങ്ങ് പറയല്ലേ സാറേ. ഇവക്ക് പ്രായം തികഞ്ഞിട്ടില്ല എന്നുള്ളതിന് തെളിവല്ലുണ്ടോ? ഡിസ്ട്രിക്ട് ജഡ്ജ് ഹരികൃഷ്ണൻ സാറ് സർട്ടിഫൈ ചെയ്ത കടലാസം പോക്കറ്റിലിട്ടാ ഞാൻ ഈ കല്യാണം കൂടാൻ വന്നത്. കാണണോ നിനക്കത്? അല്ല സാറേ, 2 ദിവസത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതൊക്കെ ഒരു വ്യത്യാസമാണോ സാറേ? എടോ, അയ്യോ, താനോട് പറഞ്ഞ നമുക്ക് പ്രായപൂർത്തിയായെന്ന്. മാസം ശരിയല്ലേ, 2 ദിവസത്തിന്റെ കുറവല്ലേ ഉള്ളൂ. എടോ, എല്ലാരും കൂടെ ചേർന്ന് തന്നെ പറ്റിക്കാൻ. തന്റെ കയ്യാങ്കളിയൊന്നും ഇവിടെ വേണ്ടോ? താനെന്താടോ ഓലക്ക് വിഴുങ്ങി നിൽക്കാണോ? വന്ന് പിടിച്ചോണ്ട് പോടോ. മാഡം, ഇവിടെ. അല്ല സാറേ, നമ്മൾ പറഞ്ഞതുപോലെ മറ്റേ എനിക്കൊന്നും കേൾക്കണ്ട. ഇങ്ങോട്ട് വേണോ? മോളെ വാ, എഴുന്നേക്ക്. വാ, പിടിച്ചോ, സൂക്ഷിച്ചു. മോളെ, ചേച്ചി, മോളെ. ഹലോ സാർ. കുഴപ്പമൊന്നുമില്ല സാർ. കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ ഇവിടെ എത്തി. അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ലല്ലോ? അവരെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചോ? ചെറുതായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായി സാർ. അതൊക്കെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സാർ. ഇപ്പൊ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ സാർ. എല്ലാം ചെയ്യാം സാർ. ആ ദേവിയൊക്കെ ഒന്ന് ഫോൺ കൊടുത്തേ. ഇവിടെയുണ്ട് സാർ, കൊടുക്കാം. ദേവിക, ഡിസ്ട്രിക്ട് ജഡ്ജ് ഹരികൃഷ്ണൻ സാറാണ്. സംസാരിച്ചോളൂ. ഹലോ സാർ. ദേവിക, കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെ നടന്നല്ലോ? പ്രതീക്ഷിച്ചതിലും ഭംഗിയായി തന്നെ നടന്നു സാർ. താങ്ക് യു വെരി മച്ച്. സാർ ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ അനിയത്തിന്റെ ജീവിതം തകർന്നു പോയേനെ. പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള മൂവൊക്കെ തൃപ്തികരമായിരുന്നല്ലോ. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയണം. ഒന്നുമില്ല സാർ. ഡിവൈഎസ്പി സാറും പോലീസും ഒക്കെ വളരെ സിൻസിയർ ആയിട്ടാ പെരുമാറിയത്. അവര് നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. എന്റെ ശാരിയെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഒരു സ്വപ്നം കണ്ടതുപോലെ തോന്നുക. ഞാനും എന്റെ വീട്ടിലുള്ളവരും സാറിനോട് എപ്പോഴും കടപ്പെട്ടിരിക്കും. ഓക്കെ ദേവിക. ദേവിക മോളെ, നീ എന്റെ നന്ദന്റെ ഭാര്യയാണ്, സിദ്ധുവിന്റെ മകൾ. നിനക്കൊരു അപകടമുണ്ടായാൽ ഞങ്ങളാരും നോക്കി നിൽക്കില്ല. എന്ത് ആവശ്യമുണ്ടെങ്കിലും നിനക്കെന്നെ വിളിക്കാം. ഓക്കെ? ഓക്കെ സർ, താങ്ക്സ്. സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. ചില പേപ്പേഴ്സ് ഒക്കെ ഒപ്പിടാനുണ്ട്. വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെയായി ഒരു കോൺസ്റ്റബിളിനെ പറഞ്ഞുവിടാം. വേണ്ട മാഡം, ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിക്കോളാം. ശരി മാഡം, ഒരു കാര്യം.
നീ എന്റെ അമ്മ അനുജത്തെ ഉപദ്രവിക്കും അല്ലേ? ഇങ്ങോട്ട് നോക്ക്. ഏയ് ദേവിക, ദേവിക, എന്താ ഇത്? എല്ലാത്തിനെയും പിടിച്ച് വണ്ടി കയറ്റണോ? നടക്കടി, നടക്കാൻ. അല്ല സാറേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നടക്കടി അങ്ങോട്ട്. മര്യാദക്ക് വരാൻ. അല്ല സാറേ, താനെന്താടോ ഇവിടെ നിൽക്കുന്നേ? ഞങ്ങളുടെ കുടുംബത്തിനെ ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് വലിയ ഉപകാരം. നന്ദിയുണ്ട് സാറേ, നന്ദി. ഇങ്ങോട്ട് പോടോ. എന്താ സാറേ, നല്ല ക്ഷീണമുണ്ടേ, ഞങ്ങളൊന്ന് വീട്ടിൽ പോയി വിശ്രമിച്ചോട്ടെ. ഇവനെ പിടിച്ചോണ്ട് പോടോ. അയ്യോ മോളെ, സാറിനോടൊന്ന് പറ മോളെ. ഇങ്ങോട്ട് വാടോ. ഞാൻ പോയിട്ട് വേഗം വരാം. വാ ഇങ്ങോട്ട്. മോളെ, സാറിനോടൊന്ന് പറയടി, നിന്റെ അച്ഛനല്ലേടി ഞാൻ. വാടോ. അതെ സാറേ, ഇതെങ്ങനെ ഒതുക്കിയേ പറ്റൂ. കാശ് എത്ര വേണമെങ്കിലും ചെലവാക്കാം. ഡിവൈഎസ്പിയോടൊന്ന് സംസാരിക്കേ. ഇത് സാറിന്റെ പോലീസ് സ്റ്റേഷൻ വിട്ട് മുകളിലോട്ട് പോകരുത്. എന്ത് വേണമെന്ന് ചോദിക്കുക. താൻ എന്ത് വിവരക്കടായി പറയുന്നേ? ഇത് ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ സ്പെഷ്യൽ ഓർഡറിൽ നടന്ന ഓപ്പറേഷനാ. ഇത് ഒതുക്കാൻ അങ്ങോട്ട് ചെന്നാലേ എന്റെ തൊപ്പി തെറിക്കും. അല്ല സാറേ, അപ്പൊ നമ്മുടെ പ്ലാൻ. തന്നോട് പ്രത്യേകം പറയണോ? ഞാൻ ഫ്രണ്ടിൽ കയറാം. ഫ്രണ്ടില് കേറണോ? അവൻ ഫ്രണ്ടില് കേറുള്ളൂ. എന്താടോ നോക്കി നിൽക്കുന്നേ? ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ. ശരി മേഡം. വാ സാർ. ദേവിക, ഞാനെന്നാ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം. ശരി മാഡം. താങ്ക് യു. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? നമ്മള് ശരിക്കും രക്ഷപ്പെട്ടു അല്ലേ ചേച്ചി? പിന്നെ സംശയം എന്താ? ഇനി മോക്ക് ആരെയും പേടിക്കണ്ട. എന്റെ മോളെ, എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം കഴിഞ്ഞു എന്ന് കരുതിയതാ. ഈ വിവാഹം നടക്കില്ല എന്ന് ഇവക്ക് ഞാൻ വാക്കുകൊടുത്തല്ലേ അമ്മേ? നന്ദു, എന്നോട് ദേഷ്യമുണ്ടോ? നന്ദുവിനോടൊന്നും പറയാതെയാ ഞാൻ. ദേഷ്യമുണ്ട്. ആ പെണ്ണും പിള്ളക്കിട്ട് കൊടുത്ത പടക്കം പൊട്ടും പോലെ ഒരെണ്ണം കാർത്തികന്റെ ചെള്ളയ്ക്കും കൊടുക്കേണ്ടതായിരുന്നു. ആ ഒരു നഷ്ടബോധേ ഉള്ളൂ. ബാക്കിയെല്ലാം പൊളിച്ചു. ഈ ചങ്കൂറ്റങ്ങ് ചന്ദ്രത്ത് ഇറക്കിയിരുന്നെങ്കിലേ കാര്യങ്ങൾക്ക് എന്നെ ഒരു തീരുമാനമായനെ.
മോളെ എന്നിട്ട് എന്തായി? നിങ്ങള് പോയ കാര്യം ഓക്കെ ആയോ? കല്യാണം ആ നല്ല വൃത്തിയായിട്ട് മുടങ്ങി. സമാധാനായി. എന്തായാലും ദേവിക നമ്മൾ വിചാരിച്ച പുള്ളിയൊന്നുമല്ല. അതെന്താ? നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എല്ലാരെയും ഞെട്ടിച്ചു കളഞ്ഞു. ആണോ? മിണ്ടാപ്പൂച്ചയുടെ ഉള്ളിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ? ഞാനും നന്ദനും അതേനെ ആലോചിക്കുന്നത്. ഇവിടെ വന്നിറങ്ങിയ 2 വണ്ടി പോലീസും ഡിവൈഎസ്പി മറ്റുള്ളവരൊക്കെ ദേവികയെ സല്യൂട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ. ദേവികയെ പോലീസുകാർ സല്യൂട്ട് ചെയ്തെന്നോ? കേൾക്കുമ്പോ തന്നെ രോമാഞ്ചം. ആ കാർത്തികേയൻ എന്ത് ചെയ്തു? അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വകുപ്പുകളൊക്കെ ദേവിക പറഞ്ഞു കൊടുത്തു കാണുമല്ലേ? ദേവികയ്ക്ക് നിയമവും കോടതിയൊക്കെ നല്ല വശമാണല്ലോ. നീ എന്തൊക്കെയായി പറയുന്നേ? ഹലോ, എന്നിട്ട് മുരളേട്ട, നിങ്ങൾ കാർത്തികേയനെ ഒന്നും ചെയ്തില്ലേ? 2 എണ്ണം പൊട്ടിച്ചു വിടേണ്ടതായിരുന്നു. ഹേ, പോലീസിനെ കൊണ്ട് തല്ലിച്ചോ? അതെന്തായാലും നന്നായി. ഇനി ഞാനും നന്ദനും വെറുതെ കാഴ്ചക്കാരായി നിന്നേ ഉള്ളൂ. ഹീറോയിൻ ദേവികയായിരുന്നു. പൊളിച്ചടിക്കെന്ന് പറഞ്ഞാ പോരാ, കാർത്തികേയനും കൂട്ടരും ഇനി 10 കൊല്ലത്തേക്ക് തല പൊക്കില്ല. അമ്മാതിരി ചെയ്തായി പോയി. അടിപൊളി. ദേവികയോടെ എന്റെ കൺഗ്രാറ്റ്സ് പറഞ്ഞേക്കേ. ശരിയെന്നാ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ, പിന്നെ വിളിക്കാം. അയ്യോ, മുരളേട്ടൻ എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്? വേറൊന്നിനുമല്ല, അവിടെ പോയി സൈൻ ചെയ്യണം. ഓക്കെ. ആ, മുരളി എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്? എന്താ പ്രശ്നം? ഒന്നുമില്ല. കൂടെ ദേവികയുണ്ട്. ദേവികയ്ക്ക് ഇത്രയ്ക്ക് പിടിപാടുണ്ടെന്ന് ആരും വിചാരിച്ചില്ല. ദേവിക വിളിച്ചിട്ടേ 2 വലിയ വണ്ടി പോലീസ് അവിടെ ചെന്ന് ഇറങ്ങിയത്. ദേവിക ചൂണ്ടിക്കാണിച്ചവരെല്ലാം അവരെടുത്തിട്ട് ഇടിച്ചു. കല്യാണവും മുടക്കി. കാർത്തികേയൻ ജയിലിലും പോയി. അല്ല, മുരളി എന്തിനു പോയതാ? നന്ദനും മുരളേട്ടനും കൂടെ വെറുതെ അവിടെ ഒന്ന് പോയതാ. ഒരു ബലത്തിന്. അവർക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. അപ്പോ നന്ദമോനും അവിടെ ഉണ്ടല്ലേ? ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ അവരൊരുമിച്ചല്ലേ പോവാറ്? എന്താ അമ്മേ? ഇവൾക്ക് ഇതെങ്ങനെ സാധിച്ചു? അതൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം എന്തായാലും ഉറപ്പാ, ദേവികയ്ക്ക് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിൽ നല്ല പിടിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത്രയ്ക്ക് ഫോഴ്സ് ഒന്നും ഇങ്ങനെ ഒരു കാര്യത്തിന് വരില്ല. എന്നാൽ ഇവളെങ്ങനെ? അമ്മേ, അമ്മ ഇനി ഒന്ന് സൂക്ഷിച്ചും കണ്ടോക്ക് അവളോട് ഇടപെട്ടാ മതി കേട്ടോ. അല്ല, പറഞ്ഞു കേട്ടത് സത്യമാണെങ്കിൽ അവള് ഫോൺ എടുത്തൊരു വിളി വിളിച്ച് അവര് പൊക്കിയെടുത്ത് അകത്തിടും. അതിന് എന്നെ പൊക്കിയെടുക്കണ എന്തിനാ? ഞാനെന്ത് കുറ്റം ചെയ്തു? അവളോട് എന്തൊക്കെയാ ചെയ്തതെന്നൊന്ന് ഓർത്തു നോക്കിയാ മതി. വകുപ്പുകൾ പലതാണേ. ഏയ്, അതൊന്നുമില്ല. എന്നാ ഞാൻ പോട്ടെ, ഒരുപാട് പണിയുണ്ട് അവിടെ. അമ്മേ, അപ്പോ അമ്മ എന്തിനാ വന്നേ? എന്തിനാണ് എന്തോ മറന്നുപോയി. എന്നാ ചായ കുടിച്ചിട്ട് പോ. വേണ്ട, ഞാൻ പോട്ടെ. അവിടെ ഒരുപാട് പണിയുണ്ട്, ഒന്നും തീർക്കാതെ പോന്നെ. രജനി, നന്ദൻ എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ അമ്മേ? മീരെ ഓഫീസിൽ വിട്ട് കമ്പനിയിൽ ചെന്ന് തല കാണിച്ചു എന്ന് വരുത്തിയിട്ട് അവൻ എങ്ങോട്ടോ പോയതാ. എങ്ങോട്ടാണെന്ന് ഒരു വിവരവും ഇല്ല. അമ്മ വിളിച്ചു നോക്കിയില്ലേ? ഇങ്ങനെ അന്വേഷിക്കുന്നതിന് മുൻപ് വിളിച്ചു നോക്കില്ലേ? മീരെ വിളിച്ചു നോക്കി അറിയില്ലേ? മീരയോട് ചിലപ്പോ പറഞ്ഞു കാണും. മീരയ്ക്കും അറിയില്ല. എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ?
അവൻ ഈയിടെയായിട്ട് കാല് വെക്കുന്നതേ 100 പ്രശ്നങ്ങളിലേക്കല്ലേ. എന്താ എന്താ കാര്യം? കുഞ്ഞെ അറിഞ്ഞോ, അവള് നമ്മളിതുവരെ കണ്ട ആളല്ല. ദേവികയില്ലേ, അവൾക്ക് വേറൊരു മുഖമുണ്ടെന്ന് എനിക്ക് അന്നേ തോന്നിയതാ. കാര്യം പറയേ ഭാർഗവി. അവൾ ഇവിടുന്ന് പോയത് എന്തിനാണെന്നാ പറഞ്ഞത്? അനുജത്തിയുടെ കല്യാണത്തിനെന്നല്ലേ, അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞത്? പോയത് കല്യാണത്തിനൊക്കെ തന്നെയാ, പക്ഷെ അത് മുടക്കാനെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. മുടക്കാനോ? അവളെ ആ മുതുക്കൻ കെട്ടുന്ന് പറഞ്ഞപ്പോഴാണല്ലോ അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി പോന്നത്. അപ്പോ അയാൾ അവളുടെ അനിയത്തിയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു. അതാ ഇന്ന് നടക്കാനിരുന്നത്. എന്നിട്ട് ഇവൾ ഇവിടുത്തെ കാറും എടുത്ത് അങ്ങോട്ട് ചെന്ന് അത് ഭംഗിയായിട്ടങ്ങ് മുടക്കി. അതേതായാലും നന്നായി. അച്ഛന്റെ പ്രായമുള്ള ഒരാളുമായിട്ടാ ആ കൊച്ചിന്റെ കല്യാണം. അവൾക്ക് പോലീസിലൊക്കെ വലിയ പിടിപാടാ കുഞ്ഞെ. 2 ഇടിവണ്ടി പോലീസ് അവിടെ ചെന്ന് ഇറങ്ങിയത്. എന്നിട്ട് ഇവള് ചൂണ്ടിക്കാണിച്ചവരെല്ലാം പോലീസ് കൊതി തീരെ തല്ലി. കാർത്തികന്റെ മുൻവശത്തുള്ള 5-6 പല്ല് താഴെ പോയെന്നാണ് പറയണത്. കാർത്തികേനെ അവളുടെ അച്ഛനെയും പോലീസ് പൊക്കിക്കൊണ്ടുപോയി ജയിലിലാക്കി. എല്ലാം കഴിഞ്ഞു പോകാൻ നേരം ഇൻസ്പെക്ടറും പോലീസുകാരും ദേവികയെ സല്യൂട്ട് അടിച്ചെന്നാ പറഞ്ഞത്. അവളാ കാറ് പുഷ്പമോൻ എടുത്തോണ്ട് പോയപ്പോ തന്നെ എനിക്ക് തോന്നിയതാ. എന്ത്? അവൾ ഇത്രയും നാള് നമ്മൾ കണ്ട ആളൊന്നും അല്ല. മറച്ചു വെച്ച വേറെ ഒരുപാട് രഹസ്യങ്ങള് അവളുടെ പിന്നിലുണ്ട്. ഇവിടെ പൂച്ചപ്പനെ പതുങ്ങി നിന്ന ആളാണോ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയത്? ഇവള് വല്ല CID മേഷമാറി വന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. CIDയോ? ആ, സിനിമയിലൊക്കെ ഇങ്ങനെയാണല്ലോ. കഥ തീരാറാവുമ്പോ നായിക CID ആവും. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നിന്നോട് ഇത് ആരാ പറഞ്ഞത്? CID ആയ കാര്യമാണോ? അത് ഞാൻ എന്റെ ബുദ്ധി വെച്ച് ഊഹിച്ചതാ. അതല്ല, അവള് പോയി അനുജത്തിയുടെ കല്യാണം മുടക്കിയ കാര്യം. അത് മുരളി ഗൗരിയെ ഫോണിൽ വിളിച്ച് പറഞ്ഞതാ. അവൻ അവിടെ ഉണ്ടായിരുന്നോ? അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ? നാട്ടിൽ എവിടെയെങ്കിലും ഒരു കച്ചറ ഉണ്ടായാൽ അതിന്റെ നടുക്ക് എന്റെ മോൻ ഉണ്ടാവും. അയ്യോ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, കറി അടുപ്പത്തിരിക്കുക. കേട്ടോ കുഞ്ഞെ, മുരളി മാത്രല്ല നന്ദമോനും അവിടെ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞു കേട്ടത്.